നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകതയുള്ള ഒരു തൊടുകുറിയാണ്. കാരണം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ സംഭവിക്കാനിടയുള്ള ഒരു ശുഭകാര്യത്തെക്കുറിച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ 2 മനോഹരമായിട്ടുള്ള പൂക്കളാണ് കാണാൻ കഴിയുന്നത്. 1-ാം നമ്പർ പൂവ്, 2-ാം നമ്പർ പൂവ്. ഈ 2 പൂക്കളിൽ നിന്ന് ഒരെണ്ണം മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 പൂക്കളും നോക്കിയിട്ട് വളരെയധികം ആലോചിച്ച് തിരഞ്ഞെടുക്കേണ്ടതില്ല. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ആകർഷണം തോന്നുന്ന പൂവ് ഏതാണോ അതുതന്നെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ ഒരു പൂവിനോട് പ്രത്യേക ഇഷ്ടം തോന്നിയേക്കാം. മറ്റൊരു പൂവ് കൂടുതൽ മനോഹരമാണെന്ന് തോന്നിയാലും മനസ്സ് വീണ്ടും വീണ്ടും മറ്റൊരു പൂവിലേക്കാണ് പോകുന്നതെങ്കിൽ ആ പൂവ് തന്നെ തിരഞ്ഞെടുക്കുക. കാരണം ഇന്നത്തെ തൊടുകുറിയുടെ രസകരമായ ഭാഗം അതാണ്. കണ്ണുകൾ കാണുന്നത് ഒരു പൂവായിരിക്കും, പക്ഷെ മനസ്സ് തിരഞ്ഞെടുക്കുന്നത് മറ്റൊരു പൂവായിരിക്കും. അതിനാൽ ആദ്യം തന്നെ വീഡിയോ ഒന്ന് നിർത്തി നിങ്ങളുടെ മുന്നിലുള്ള 2 പൂക്കളെയും ശ്രദ്ധിച്ചു നോക്കാം. നമ്പർ 1 ചുവന്ന റോസ്, നമ്പർ 2 വെള്ളത്താമര. ഇതിൽ ഏതാണ് നിങ്ങളുടെ പൂവ്? ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. 1 ആണോ അതോ 2 ആണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂവ് ഏതാണ് എന്ന് താഴെ കമന്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇപ്പോൾ തന്നെ അതിന്റെ ഫലം നോക്കാൻ പോകേണ്ട. കാരണം ഓരോ പൂവിനും വ്യത്യസ്തമായ ഒരു സന്ദേശമാണുള്ളത്. നിങ്ങൾ തിരഞ്ഞെടുത്ത പൂവിന്റെ ഫലത്തിൽ സാമ്പത്തികം, കുടുംബം, ബന്ധങ്ങൾ, ജോലി, ആഗ്രഹം, സന്തോഷ വാർത്ത, അപ്രതീക്ഷിത അവസരം തുടങ്ങിയ പല കാര്യങ്ങളും ഉൾപ്പെടാം. അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമോ എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ അവസാനം വരെ കാണുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ആഗ്രഹം വയ്ക്കാം. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ആഗ്രഹം, വീട്ടുകാരോട് പോലും പറയാത്ത ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഇത് ഒന്ന് ശരിയായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം. അത് മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങളുടെ പൂവ് തിരഞ്ഞെടുക്കുക. ഒരിക്കൽ കൂടി പൂവ് നമ്പർ 1, പൂവ് നമ്പർ 2. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൽ നിന്നും ഒരു പൂവ് തിരഞ്ഞെടുത്തു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ പൂവായിട്ടുള്ള ചുവന്ന റോസ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ പൂവ് തിരഞ്ഞെടുത്തവർക്കുള്ള ആദ്യ സൂചന നിലച്ചുപോയ ഒരു കാര്യത്തിൽ വീണ്ടും ചലനമുണ്ടാകുന്നു എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകാലമായി ഒരു കാര്യം കാത്തു നിൽക്കുന്നുണ്ടാകാം. അത് ഒരു ഫോൺ കോൾ ആയിരിക്കാം, ഒരു മറുപടി ആയിരിക്കാം, ഒരു ജോലി സംബന്ധമായ തീരുമാനമായിരിക്കാം, പണം ലഭിക്കാനുള്ള കാത്തിരിപ്പായിരിക്കാം, കുടുംബത്തിൽ ഒരു തീരുമാനമുണ്ടാകാനുള്ള കാത്തിരിപ്പായിരിക്കാം, അല്ലെങ്കിൽ വളരെ വ്യക്തിപരമായ മറ്റൊരു ആഗ്രഹമായിരിക്കാം. എന്തു തന്നെയായാലും ഇത് ഇനി നടക്കുമോ എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നീക്കം ഉണ്ടാകാനുള്ള സൂചനയാണ് ഈ പൂവ് നൽകുന്നത്. എല്ലാം ഒരു ദിവസം കൊണ്ട് സംഭവിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ കാത്തിരുന്ന വിഷയത്തിൽ ഒരു വാർത്ത, ഒരു സന്ദേശം, ഒരു ഫോൺ കോൾ, ഒരു ക്ഷണം, ഒരു പുതിയ അവസരം എന്ന രീതിയിൽ എന്തെങ്കിലും തുടക്കമുണ്ടാകാം. ചിലർക്ക് വളരെ കാലമായിട്ട് സംസാരിക്കാതിരുന്ന ഒരാളിൽ നിന്നും ഒരു സന്ദേശം വരാം. ചിലർക്ക് പഴയൊരു ബന്ധത്തിൽ വീണ്ടും സംസാരിക്കാൻ അവസരം ലഭിക്കാം. മറ്റു ചിലർക്ക് കുടുംബത്തിൽ കാത്തുനിന്നൊരു തീരുമാനം അനുകൂലമായി മാറാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കാം. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക വിഷയം തന്നെയാണ് കൂടുതൽ ഭാരമായി കിടക്കുന്നത്. ആ വിഷയത്തിനാണ് ഈ ഫലത്തിൽ കൂടുതൽ പ്രാധാന്യം. അതിനാൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം സംഭവിച്ചാൽ അതിനെ അവഗണിക്കരുത്. കാരണം വലിയൊരു മാറ്റത്തിന്റെ തുടക്കം പലപ്പോഴും വളരെ ചെറിയൊരു സംഭവമായിരിക്കും. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഒരു പരിചയം, ഒരു ക്ഷണം, ഒരു ചെറിയ അവസരം, അതായിരിക്കും പിന്നീട് വലിയൊരു സന്തോഷത്തിലേക്ക് വഴിയൊരുക്കുന്നത്. പൂവ് നമ്പർ 1 തിരഞ്ഞെടുത്തവരിൽ ചിലർക്ക് അടുത്ത 30 ദിവസത്തിനുള്ളിൽ സാമ്പത്തികമായി ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സൂചനയുണ്ട്. ഇത് വലിയൊരു പണം ലഭിക്കുമെന്ന് ഉറപ്പായി പറയുന്നതല്ല. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു തുക ലഭിക്കുക, കുടിശ്ശികയായ പണം തിരിച്ചു കിട്ടുക, ഒരു സാമ്പത്തിക സഹായം ലഭിക്കുക, അല്ലെങ്കിൽ പുതിയൊരു വരുമാന അവസരം കണ്ടെത്തുക തുടങ്ങിയ രീതിയിൽ ആശ്വാസം ഉണ്ടാകാം.
ചിലർക്കിത് വളരെ ചെറിയൊരു തുകയായിരിക്കാം. പക്ഷെ ആ ചെറിയ തുക പോലും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ലഭിക്കുന്നതിനാൽ അതിന് വലിയൊരു വിലയുണ്ടാകും. ചിലർക്ക് അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനുള്ള അവസരം ലഭിക്കാം. മറ്റു ചിലർക്ക് ജോലി അല്ലെങ്കിൽ ചെറിയൊരു അധിക വരുമാന മാർഗത്തെക്കുറിച്ച് ഒരു ആശയം ലഭിക്കാം. അതുകൊണ്ട് അടുത്ത 30 ദിവസത്തിനുള്ളിൽ പണവുമായി ബന്ധപ്പെട്ട് വരുന്ന അവസരങ്ങളെ പെട്ടെന്ന് തള്ളിക്കളയരുത്. പക്ഷേ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ യഥാർത്ഥ സാഹചര്യവും കൃത്യമായ കണക്കുകൂട്ടലുകളും പരിഗണിക്കുക. ജോലി ചെയ്യുന്നവരിൽ ചിലർക്ക് അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ ഉത്തരവാദിത്വം ലഭിക്കാം. ആദ്യമായി അത് ഒരു ഭാരമായി തോന്നിയേക്കാം. ഇത് എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന സംശയം വരാം. പക്ഷേ പിന്നീട് അതുതന്നെ നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിനുള്ള അവസരമായി മാറാം. ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു ഫോൺ കോൾ, ഇന്റർവ്യൂ, പുതിയ അവസരം, പരിചയത്തിലൂടെ ലഭിക്കുന്ന വിവരം തുടങ്ങിയവ വരാം. ഇതിനകം ജോലി ചെയ്യുന്നവർക്ക് പുതിയൊരു പ്രൊജക്ട്, സ്ഥലം മാറ്റം, അധിക ചുമതല, മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ എന്നിവ ഉണ്ടാകാം. അടുത്ത 30 ദിവസത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുന്നിലെത്തുന്ന ചെറിയ അവസരങ്ങളെ ചെറുതായി കാണരുത്. കാരണം ചിലപ്പോൾ ചെറിയൊരു അവസരമാണ് വലിയൊരു മാറ്റത്തിന്റെ വാതിൽ തുറക്കുന്നത്. പൂവ് നമ്പർ 1 തിരഞ്ഞെടുത്തവരുടെ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷകരമായ വാർത്ത എത്താനുള്ള സൂചനയും കാണുന്നുണ്ട്. കുടുംബത്തിൽ ഏറെ നാളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം മുന്നോട്ട് പോകാം. വീട്ടിൽ ഒരു ആഘോഷത്തിന് അവസരം ലഭിക്കാം. ഒരു ബന്ധുവിൽ നിന്ന് സന്തോഷ വാർത്ത കേൾക്കാം. അല്ലെങ്കിൽ ഏറെക്കാലമായിട്ട് അകന്നു നിന്ന ഒരാൾ വീണ്ടും കുടുംബവുമായി അടുത്തു വരാം. ബന്ധങ്ങളിൽ ചെറിയൊരു പിണക്കമുണ്ടായിരുന്നവർക്ക് വീണ്ടും സംസാരിക്കാൻ അവസരം ലഭിച്ചേക്കാം. നിങ്ങൾ ആരെയെങ്കിലും മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അവരിൽ നിന്ന് ഒരു പ്രതികരണം ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഒരു ചെറിയ സൂചന ലഭിച്ചേക്കാം. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. ബന്ധങ്ങളിൽ പ്രതീക്ഷ മാത്രം മതിയാകില്ല. പരസ്പര ബഹുമാനവും വ്യക്തമായ ആശയവിനിമയവും ആവശ്യമാണ്. അതിനാൽ നിങ്ങളുടെ മനസ്സിലുള്ളത് സ്നേഹത്തോടെ പറയാൻ കഴിയുന്നിടത്ത് പറയുക. ഇനി അടുത്തതായിട്ട് പൂവ് നമ്പർ 1 തിരഞ്ഞെടുത്തവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കാര്യമുണ്ടാകാം. അത് മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. പക്ഷെ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും. എപ്പോൾ നടക്കും? എനിക്ക് ഈ സന്തോഷം കിട്ടുമോ? ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ? എന്നിങ്ങനെ. ഈ പൂവ് തിരഞ്ഞെടുത്തവർക്കുള്ള സന്ദേശം ഇതാണ്: വേഗം കാണാത്തത് കൊണ്ട് അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതരുത്. അടുത്ത 30 ദിവസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ആദ്യ സൂചന ലഭിക്കും. അത് നിങ്ങൾ പ്രതീക്ഷിച്ച രൂപത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല. പക്ഷേ ആ വിഷയം വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ സജീവമാകുന്ന സാഹചര്യം ഉണ്ടാകാം. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. പൂവ് നമ്പർ 1 തിരഞ്ഞെടുത്തവർക്ക് മറ്റൊരു മനോഹരമായ സന്ദേശമുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾക്ക് മാനസികമായി ഒരു ക്ഷീണം ഉണ്ടായിരിക്കാം. പല കാര്യങ്ങളും ഒരുമിച്ച് ചിന്തിച്ച് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകാം. അത്തരമൊരു സമയത്ത് പ്രാർത്ഥനയും ആത്മവിശ്വാസവും നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകാം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ നാമം മനസ്സിൽ ജപിച്ച് കുറച്ചുനേരം ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് ഉറപ്പായി പറയുന്നതല്ല. പക്ഷെ പ്രാർത്ഥനയിലൂടെ മനസ്സിന് ലഭിക്കുന്ന സമാധാനം തന്നെ പലപ്പോഴും വലിയൊരു ശക്തിയാണ്. അതിനാൽ അടുത്ത 30 ദിവസം നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം സൂക്ഷിക്കുക: എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും, ബാക്കി ദൈവത്തിൽ സമർപ്പിക്കും. പൂവ് നമ്പർ 1 തിരഞ്ഞെടുത്തവരോട് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ്. പഴയൊരു വിഷയം മുന്നോട്ട് പോകാം. ഒരു വാർത്ത നിങ്ങളെ സന്തോഷിപ്പിക്കാം. സാമ്പത്തികമായി ചെറിയൊരു ആശ്വാസം ലഭിക്കാം. ജോലിയിൽ പുതിയൊരു അവസരം വരാം. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു കാര്യം സംഭവിക്കാം. അല്ലെങ്കിൽ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പ്രതികരണം ലഭിക്കാം. എന്തുതന്നെയായാലും അടുത്ത 30 ദിവസം നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളാണ് പൂവ് നമ്പർ 1 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1-ാം നമ്പർ പൂവാണെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്തതായിട്ട് പൂവ് നമ്പർ 2 തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലത്തിലേക്ക് കടക്കാം. നിങ്ങൾ തിരഞ്ഞെടുത്തത് വെള്ളത്താമരയാണ്. വെള്ളത്താമര സാധാരണയായി മനസ്സിൽ സമാധാനം, ശുദ്ധി, ആത്മീയത തുടങ്ങിയ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി കാണുന്ന ഒരു മനോഹരമായ പൂവാണ്. ഈ പൂവ് തിരഞ്ഞെടുത്തവർക്കുള്ള പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസകരമായ മാറ്റം വരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ പല കാര്യങ്ങളിലും ആശയക്കുഴപ്പത്തിലായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം സംഭവിക്കുന്നത് പോലെ തോന്നിയിരിക്കാം.
പക്ഷെ അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഓരോ കാര്യവും കുറച്ചുകൂടി വ്യക്തമായി കാണാൻ തുടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്താം. നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിന്നിരുന്നെങ്കിൽ, ഒരു കാര്യം തുടരണമോ ഉപേക്ഷിക്കണമോ എന്നറിയാതെ നിന്നിരുന്നെങ്കിൽ, അടുത്ത ദിവസങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കും. ആരോടൊപ്പം പോകണം, ഏത് അവസരം സ്വീകരിക്കണം, എന്ത് കാര്യത്തിന് മുൻഗണന നൽകണം എന്നതിൽ നിങ്ങളുടെ മനസ്സിന് ഒരു മറുപടി കിട്ടും. പൂവ് നമ്പർ 2 തിരഞ്ഞെടുത്തവരിൽ ചിലർക്ക് അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ വാർത്ത കുടുംബവുമായി ബന്ധപ്പെട്ടതാകാം, ജോലിയുമായി ബന്ധപ്പെട്ടതാകാം, സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന ഒരു മറുപടിയാകാം. വാർത്ത വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പ്രതീക്ഷയിൽ ഇരിക്കേണ്ട. നിങ്ങളുടെ സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷെ ഒരു നല്ല വാർത്ത വരുമ്പോൾ അത് സ്വീകരിക്കാൻ മനസ്സ് തുറന്നു വയ്ക്കുക. പൂവ് നമ്പർ 2 തിരഞ്ഞെടുത്തവരിൽ ചിലർക്ക് സാമ്പത്തികമായി ഒരു പുതിയ വഴി തുറക്കാനുള്ള സൂചനയുണ്ട്. ഇത് പുതിയൊരു ജോലിയാകാം, അധിക വരുമാനത്തിലുള്ള ഒരു അവസരമാകാം, ഒരു പഴയ കുടിശ്ശിക ലഭിക്കാം, ഒരു സാമ്പത്തിക ബാധ്യത കുറയാം, അല്ലെങ്കിൽ നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകാം. പ്രധാനമായും ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്ത 30 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അപകടകരമായ തീരുമാനങ്ങൾ എടുക്കരുത്. പകരം വരുന്ന അവസരങ്ങളെ പരിശോധിക്കുക, മനസ്സിലാക്കുക, ശേഷം തീരുമാനിക്കുക. ചിലപ്പോൾ ഭാഗ്യം എന്നത് പെട്ടെന്ന് വലിയൊരു പണം കിട്ടുന്നതല്ല, തെറ്റായൊരു ചെലവ് ഒഴിവാക്കാൻ കഴിയുന്നതും ഭാഗ്യം തന്നെയാണ്. ജോലി അന്വേഷിക്കുന്നവർ പൂവ് നമ്പർ 2 തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾ അയച്ച അപേക്ഷയ്ക്ക് മറുപടി വരാം. ഒരു പരിചയക്കാരൻ വഴി ഒരു അവസരത്തെക്കുറിച്ച് അറിയാം. ഒരു ഇന്റർവ്യൂവിന് വിളിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കും. ഇവയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യ നിമിഷത്തിൽ തന്നെ ഇതെനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാതെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് വേണ്ട അവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിൽ വരണമെന്നില്ല. പൂവ് നമ്പർ 2 തിരഞ്ഞെടുത്തവർക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ആഘോഷം അല്ലെങ്കിൽ സന്തോഷകരമായ കൂടിച്ചേരൽ ഉണ്ടാകാനുള്ള സൂചനയുണ്ട്. വീട്ടിൽ ഒരു നല്ല വാർത്തയെത്താം, ഒരു ബന്ധു വരാം, നാളുകളായി മാറ്റിവെച്ചിരുന്ന ഒരു പരിപാടി നടക്കാം, വീട്ടിൽ പുതിയൊരു സാധനം വാങ്ങാം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഇത് വലിയൊരു സംഭവമാകണമെന്നില്ല, പക്ഷെ ആ ചെറിയ സന്തോഷം നിങ്ങളുടെ മനസ്സിൽ വലിയൊരു സമാധാനം നൽകും. പൂവ് നമ്പർ 2 തിരഞ്ഞെടുത്തവരിൽ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും ഒരു പ്രത്യേക സന്ദേശമുണ്ട്. നിങ്ങൾ ആരെയെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അവരോട് സംസാരിക്കാൻ കഴിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അടുത്ത 30 ദിവസത്തിനുള്ളിൽ സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിക്കാം. എന്നാൽ ഇവിടെ വീണ്ടും പറയേണ്ടത് ഇതാണ്: ഒരു ബന്ധം നല്ലതാകാൻ ഇരുവശത്തു നിന്നും ബഹുമാനവും വിശ്വാസവും ആവശ്യമാണ്. അതുകൊണ്ട് പഴയൊരു ബന്ധം തിരികെ വരണം എന്ന ആഗ്രഹം മാത്രം കൊണ്ട് തീരുമാനമെടുക്കരുത്. നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ബന്ധങ്ങൾക്കാണ് കൂടുതൽ വില നൽകേണ്ടത്. പൂവ് നമ്പർ 2 തിരഞ്ഞെടുത്തവരിൽ ചിലർക്ക് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം അപ്രതീക്ഷിതമായ ഒരു അവസരത്തിലൂടെ ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ഒരു സഹായം ലഭിക്കാം. ഒരു പരിചയക്കാരൻ നിങ്ങളെ മറ്റൊരാളുമായി പരിചയപ്പെടുത്താം. ഒരു പുതിയ ജോലി, പുതിയ പഠനാവസരം, പുതിയ സംരംഭം, പുതിയ യാത്ര തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നിന് തുടക്കം കുറിക്കാം. ആദ്യത്തിൽ അത് ചെറിയൊരു കാര്യമായി തോന്നിയാലും പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും, അന്ന് അത് സംഭവിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റം വന്നത് എന്ന്. അതുകൊണ്ട് അടുത്ത 30 ദിവസത്തിനുള്ളിൽ പുതിയ ആളുകളെ കാണുമ്പോഴും പുതിയ അവസരങ്ങൾ വരുമ്പോഴും തുറന്ന മനസ്സോടെ സമീപിക്കുക. പൂവ് നമ്പർ 2 തിരഞ്ഞെടുത്തവരോട് ഒരു ചെറിയ കാര്യം പറയാം. രാവിലെയോ വൈകുന്നേരമോ കുറച്ചു സമയം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഓർത്ത് ശാന്തമായി പ്രാർത്ഥിക്കുക. വലിയ വഴിപാടുകളോ വലിയ ചടങ്ങുകളോ ചെയ്യണമെന്ന് പറയുന്നില്ല. മനസ്സിൽ വിശ്വാസത്തോടെ ഒരു ചെറിയ പ്രാർത്ഥന മാത്രം മതി. എനിക്ക് നല്ലതെന്താണോ അത് എൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ, തെറ്റായ വഴികളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തണമേ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നമുക്ക് വേണ്ടത് ലഭിക്കുന്നതിലും പ്രധാനമാണ് നമുക്ക് വേണ്ടാത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. ഈ സന്ദേശം പൂവ് നമ്പർ 2 തിരഞ്ഞെടുത്തവർ പ്രത്യേകം ഓർത്തു വയ്ക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഫലത്തിൽ ഏറ്റവും ശക്തമായി കാണുന്നത് സമാധാനത്തിലേക്കുള്ള മാറ്റവും പുതിയൊരു അവസരവുമാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വാർത്ത വരാം. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു കാര്യമുണ്ടാകാം. സാമ്പത്തികമായി ആശ്വാസം ലഭിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു അവസരം ലഭിക്കാം.
ഒരു തെറ്റിദ്ധാരണ മാറാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ വ്യക്തത ലഭിക്കാം. എന്തായാലും അടുത്ത 30 ദിവസത്തെ നിങ്ങൾ ഭയത്തോടെ നോക്കേണ്ടതില്ല, പ്രതീക്ഷയോടെ നോക്കുക. കാരണം ചിലപ്പോൾ ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾ വളരെ നിശബ്ദമായാണ് ആരംഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പൂവ് നമ്പർ 2 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2-ാം നമ്പർ പൂവാണെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.